സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകി. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതാണ് നിലവിലെ മഴയ്ക്ക് കാരണം. വിശദാംശങ്ങളുമായി നിതിൻ ടെലിഫോൺ ലൈൻ ചേരുന്നു. നിതിൻ, ഇപ്പോൾ മധ്യ കേരളത്തിലെ മഴയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്? അനുപ്രിയ, മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ പെയ്യാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രസന്നമായ കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് എമ്പാടും സാധ്യത ഉണ്ട് എന്നാണ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പും തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മറ്റു ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പുമാണുള്ളത്. അതോടൊപ്പം തന്നെ ഖനനം, ക്വാറിയുടെ പ്രവർത്തനം, മൈനിംഗ് പ്രവർത്തനം തുടങ്ങിയവയ്ക്ക് തലസ്ഥാന ജില്ലയിൽ അടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം ഈ തീരങ്ങളിൽ കാറ്റ് ആഞ്ഞു വീശാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലെ ജില്ലകളിൽ നിലവിൽ മഴ പെയ്യുന്നില്ല. പ്രസന്നമായ കാലാവസ്ഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അനുപ്രിയ, എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും മഴ പെയ്യാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിൽ തീവ്ര മഴ തുടരാൻ സാധ്യതയെന്നാണ് എന്നാൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച പത്തനംതിട്ടയിലും എറണാകുളത്തും ഓറഞ്ച് അലേർട്ടാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. 21 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ മണിമല നദിയിൽ കല്ലൂപ്പാറ, വള്ളംകുളം, പുല്ലാക്കയർ ഭാഗങ്ങളിലും അച്ചൻകോവിൽ നദിയിൽ കല്ലേലി, കോന്നി എന്നിവിടങ്ങളിലും കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പമ്പാതീരത്തെ മടമണിലും മുന്നറിയിപ്പുണ്ട്. ഏതായാലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും ഇവിടെ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നിതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യ ചേരുന്നു. സൂര്യ, തെക്കൻ ജില്ലകളിലെ മഴ സാധ്യത എങ്ങനെയാണ്? തെക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ്. മറ്റ് തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ആഴ്ച കൂടി അതിശക്തമായ മഴ തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ന്യൂനമർദ്ദ പാത്തിയും ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് ഈ മഴ ശക്തമാകുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കായലോര, മലയോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖനനം, ക്വാറിംഗ്, മൈനിംഗ് പ്രവർത്തനങ്ങൾക്കും ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കടലോര വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ മണിമല, അച്ചൻകോവിൽ നദികളിൽ ജാഗ്രതാ നിർദ്ദേശം. ഈ നദികളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് മഴ ലഭിച്ച സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറണം എന്ന ഒരു നിർദ്ദേശം കൂടി അറിയിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നതാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് 3 ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കോമറിൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ 1.5 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരാൻ കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്.